സ്റ്റാഫാണെന്നുള്ളത്. ഇങ്ങനെ വിളിപ്പിക്കുക എന്നിട്ട് ഇങ്ങനെ കളറുണ്ടാക്കുക ഒരുപാട് ജോലി. ഇപ്പൊ ഇതുപോലെ നമ്മളെ കുറിച്ച് കളറുണ്ടാക്കാൻ അവിടെയെല്ലാം വലിയ ചൈനാമാരും കെട്ടിയിട്ട് നമ്മുടെ ഇതുപോലെ ഹാളാന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ഇങ്ങനെ നടക്കാം അവന്മാര് കുറെ ഒരുത്തരും എത്തി കൂടെ ഒക്കെ ഇല്ലെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ കയറി നിൽക്കുക സർവ്വസമയം മിണ്ടാതെ മാസ്കും മൂസ്കും ഒക്കെ ഫിറ്റ് ചെയ്തേച്ച്. ഈ തുമ്പി എന്ന് പറയുന്ന വൃന്ദ എന്ന് പറയുന്നത് മോന്ത് കണ്ട് ഇഷ്ടമുണ്ട് അതുപോലെ ആക്കുക നമ്മുടെ മുഖം. നമ്മുടെ മുഖം ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമ്മുടെ മുഖം ഭയങ്കര മെലിഞ്ഞതാ. ഇത്ര ഇങ്ങനെ ആക്കുക നമ്മുടെ മോന്ത ഇങ്ങനെ ഇങ്ങനെ കിഡ്നിയിലോട്ട് ഇത് അയച്ചുകൊണ്ട് ഉള്ള വാട്ടർ റിട്ടൻഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുഖമെല്ലാം ഇങ്ങനെ പത്തരട്ടി വീങ്ങുക. നമ്മുടെ ദേഹം എല്ലാം കൂടെ അതുപോലെ വീക്കാൻ വേണ്ടിയിട്ട് കുറെ ബ്ലോട്ടിംഗ് ഗ്യാസ് എല്ലാം അടിക്കുക. വലിയ ശല്യം നമുക്ക് നമ്മുടെ ഞാൻ പ്രായെല്ലാം കയറി ഇങ്ങനെ മുറുക ടൈറ്റ് ആകുക. നമ്മുടെ പുറമെല്ലാം ഇങ്ങനെ ഈ ബ്രാ മുറുകിയിട്ട് ടൈറ്റ് ആകുക. നിങ്ങൾക്ക് തന്നെ നമ്മുടെ ബ്രാ വാങ്ങിക്കുന്നത് നമ്മൾ സൈസ് നോക്കിയിട്ടു ഒന്നാമത് ലൂസുള്ള ബ്രായാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമുക്ക് ടൈറ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് അതുപോലെ കയറി ഇങ്ങനെ മുറുകുക. വയറും എല്ലാം കൂടെ നിമിഷം നേരം കൊണ്ട് ഇങ്ങനെ കയറ്റി വീർപ്പിച്ചിങ്ങനെ വെറും എന്താ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറെ അവളുമാരും നമ്മുടെ ബ്ലൂ പ്രിന്റ് ഒക്കെ കാണി നിന്നവരുടെ കയ്യിൽ നമ്മുടെ ബോഡിയുടെ ഫുൾ സ്ട്രക്ചർ നിന്നവരുടെ കയ്യിലുണ്ട്. നമ്മുടെ ഒപ്റ്റിക് ഗ്ലാസ് പോലെ ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അടിക്കുന്ന എല്ലായിടും എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഫുൾ കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇതിലോട്ട് കണ്ണിലോട്ടും കറക്റ്റ് നോസ്ട്രിൽസിലോട്ടും നമ്മുടെ കിഡ്നിയിലോട്ടും കിഡ്നിയുടെ ഇതിലോട്ടും എല്ലാം കറക്റ്റ് ആയിട്ട് അടിക്കുന്നത്. സയാറ്റിക് നെർവ്സിലോട്ടും നമ്മുടെ ബോഡി ഫുൾ സ്കാൻ ചെയ്തെങ്ങാണ്ട് വെച്ചിട്ടുണ്ട് ഇവന്മാര്. കുറെ ഫോണുമായിട്ടൊക്കെ നടക്കുമോ? ഫോൺ കാത്തു വെക്കത്തില്ല. നിങ്ങൾക്ക് നോക്കാം എന്റെ ഫോൺ യൂട്യൂബിനകത്തുനിന്ന് എന്റെ ഇത് വന്നിട്ടുണ്ട്. യൂട്യൂബിനകത്തുനിന്ന് ഞാൻ എന്തോ ഈ ഫോണിൽ ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ എന്റെ ഫോണിനകത്ത് ആപ്പൊക്കെ എവിടെ വേണമെങ്കിലും കാണിക്കാം. എന്ത് നമ്മള് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്റെ ഫോണിലെ ആപ്പൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ സഞ്ചാരത്തൊക്കെ അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല. എന്റെ കയ്യിൽ കള്ളപ്പണങ്ങളൊന്നും ഇല്ല. നമ്മുടെ കള്ളപ്പണങ്ങളൊന്നും വരുന്നില്ല. എന്റെ വസ്തുവൊക്കെ അതുപോലെ വസ്തുവായിട്ട് കിടക്കും. 146 സെന്റ് സ്ഥലവും വീടും ഇങ്ങനെ എല്ലാം തട്ടിയെടുക്കാനും പഠിക്കാനോട്ട് ഇങ്ങനെ ഒരെണ്ണം നടക്കുക. ഇങ്ങനെ ഇവിടെ കയറിയ പോലെ സന്തുലയെന്ന് പറയുന്നൊരു ഒരു എഡ്വേർഡ് എന്ന് പറയുന്നൊരു ഒരു കള്ളനുണ്ട്. അവിടെ ചെല്ലണം. നമ്മളൊരു സ്ത്രീ പാമ്പിടിച്ച സ്ത്രീ നമ്മളെയൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ ആങ്ങളെയും ഭാര്യയും കൂടെ അവരെ പിടിച്ചാൽ ഇട്ടിരിക്കുകയാണ് പാവം. അത് പറഞ്ഞതോടെ അവരെ അവിടുന്ന് മാറ്റി. അവിടുന്ന് രായ്ക്ക് രാമാനെ മാറ്റി. ഒരു കുഴപ്പമില്ലാത്തൊരു സ്ത്രീ പാവം പിടിച്ച പെണ്ണുപിള്ള അവരുടെ മോനെയും ഇവരുമാര് വശത്താക്കി വെച്ചിരിക്കണം. ആങ്ങളെയും ഭാര്യയും കൂടെ വശത്താക്കി വെച്ചോണ്ട് ഈ ഇവരെ ഇതാപോലെ എന്റെ കൊച്ചിനെ വശത്താക്കി വെച്ചോണ്ട് നമ്മളതെല്ലാം പിടിച്ചു പറിക്കാനായിട്ട് നടക്കുക. കൊച്ചിനെ ഇതുവരെ വശത്താക്കി വെച്ചിരിക്കുക കുറെ അടുമാരിവന്മാരും. രാജമ്മ എന്ന് പറയുന്നവർക്ക് അഭിനയം കാണാം. ഭയങ്കര അഭിനയമാണ്. ഭയങ്കര എന്തോ വലിയ എന്തൊക്കെയോ എന്തോ അഭിനയവും സംസാരവും ഒക്കെ ഒന്ന് കാണണം. രാജമ്മ എന്ന് പറയുന്നവരുടെ കള്ളിയുടെ എന്തുവാ വലിയ സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നതൊക്കെയോ. പക്ഷേ അല്ലാത്ത സമയത്ത് കാണണം പെൺപിള്ളേരുടെ രൂപം എന്ന് പറയുന്നത്. സ്വീറ്റായിട്ടുള്ള നാർസിസിസ്റ്റിക് ബിഹേവിയർ ഒന്ന് കാണേണ്ടത് ഇവരുള്ളത്. ഭയങ്കര നാർസിസിസ്റ്റിക് ബിഹേവിയർ ആയി പെൺപിള്ളേരത്. ഭയങ്കര കളി. അതുപോലെ കണ്ണിങ്ങനെ പോകുന്നത് കാണണം. ഇവരിങ്ങനെ എന്താ ഇവരോട് ഇങ്ങനെ അവരുടെ ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ നടപ്പായിരുന്നു. ഇവിടെ ഇരിക്കാതെ നടക്കുക ഇങ്ങനെ. എന്നിട്ട് ഒരു ഓട്ടോക്കാരൻ വരുമ്പോൾ കയ്യേലിങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുക. ഏതോ ഇവര് കൊച്ചാണ് ഓട്ടോക്കാരൻ തന്ത ഇങ്ങനെ നടക്കുക. കയ്യേൽ ഇങ്ങനെ കൈയും കോർത്ത് നടക്കുക. ഒരു ഓട്ടോക്കാരൻ ഒരു മുരളി എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരന്റെ കൂടി ഇവര് എന്തെല്ലാം ഡ്രാമകളെ നടത്തുന്നത് അറിയാലോ നിങ്ങൾക്ക്. ഡ്രാമയും കൂടി നടക്കുകയായിരുന്നു. സ്വന്തം ഭർത്താവിനെ കൊണ്ട് പറയുന്ന എന്ത് വേണ്ടായികളൊക്കെ കേൾക്കണം. പെണ്ണുങ്ങൾ പ്രായില്ലാതെ വരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇയാളുടെ കൂടെയാണ് മുതുക്കനെ കൊണ്ട് വരെ പറയുന്നത്.
ഇങ്ങനെ ഈ പെണ്ണുങ്ങളുടെ സ്വഭാവമായത് ഞാൻ പറഞ്ഞുണ്ടാക്കുന്നത് കേട്ട കേൾമൊക്കെ. എന്നിട്ട് ഇവിടോട്ട് വന്നു നിന്ന് തൊഴുവാ, ഇങ്ങനെ തൊഴുവാ, എന്തെല്ലാം പരിപാടികളാണെന്ന് അറിയാവോ. എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു SNDP-യിലെ അവിടോട്ട് നിന്ന് തൊഴുവാ, ഇങ്ങനെ എല്ലാം നോക്കിയതായിട്ട് ഉടനെ ഇനി ഇറങ്ങി വരും. ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നതാണോ ദൈവം? എന്തോ കള്ളിയാന്നറിയാവോ, കള്ളി. ഒന്ന് കൊലവിളിക്കുന്ന കള്ളിയാണ്. നിങ്ങളുടെ അസ്ഥീകരം പിടിച്ച നാശം, നിങ്ങളുടെ അസ്ഥീകരം പിടിച്ച നാശം.